ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളിൽ ഒന്നായ തമോ ഗർത്തങ്ങളെക്കുറിച്ചും അവയുടെ മരണത്തെക്കുറിച്ചുമാണ് അടുത്തറിയുവാനായി പോകുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ അനേകം മടങ്ങ് പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ അവസാന കാലഘട്ടത്തിൽ ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും പ്രകാശത്തിനു പോലും രക്ഷപ്പെടുവാൻ ആവാത്ത അത്രയും ഗുരുത്വാകർഷണമുള്ള ഒരു സിംഗുലാരിറ്റി കേന്ദ്രമായുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഒരു കാലം വരെ നമ്മുടെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് തമോ ഗർത്തങ്ങൾക്ക് മരണം ഇല്ല എന്നും അവ പതിയെ പതിയെ വലുതായി കൊണ്ടിരിക്കുമെന്നുമായിരുന്നു. എന്നാൽ പക്ഷേ വർഷം 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു വിപ്ലവകരമായ ആശയം മുൻപോട്ട് വയ്ക്കുകയുണ്ടായി. ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ച് സ്റ്റീഫൻ ഹോക്കിങ്സ് ഇങ്ങനെ വാദിക്കുകയുണ്ടായി: ബ്ലാക്ക് ഹോളുകൾ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല, അവ ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും തമ്മിൽ അനേകം വ്യത്യാസങ്ങളുണ്ട്. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് കരുതുന്ന ബഹിരാകാശം പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. അവിടെ നിരന്തരം പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും നശിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാസമുദ്രമാണ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു തമോ ഗർത്തത്തിൻ്റെ അതിർത്തിയായ ഇവന്റ് ഹൊറൈസണിന് സമീപം ഒരു പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുമ്പോൾ അവയിലൊന്ന് തമോ ഗർത്തത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഉള്ളിലേക്ക് പതിക്കുകയും മറ്റൊന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി ഈ ജോഡികൾ ഒരുമിച്ച് നശിച്ചു പോകുന്ന അനിലേഷനാണ് നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ പുറത്തേക്ക് പോകുന്ന കണികയെ നമ്മൾ പോസിറ്റീവ് എന്നും ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന കണികയെ നെഗറ്റീവുമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഈ നെഗറ്റീവ് ഊർജമുള്ള കണിക ബ്ലാക്ക് ഹോളിൻ്റെ പിണ്ഡത്തിന് കുറവും വരുത്തുന്നു. അങ്ങനെ ബ്ലാക്ക് ഹോൾ പതിയെ പതിയെ അതിൻ്റെ പിണ്ഡം നഷ്ടമാക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്ലാക്ക് ഹോളുകൾക്ക് പിണ്ഡം കൂടുന്നതിൻ്റെ നേരെ വിപരീതമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസവുമാണ്. ഈ പ്രതിഭാസം വളരെ സാവധാനം നടക്കുന്ന ഒന്നുകൂടിയാണ്. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ വലുപ്പം കുറഞ്ഞു വരും തോറും ഹോക്കിങ്സ് റേഡിയേഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഒടുവിൽ ബ്ലാക്ക് ഹോൾ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെട്ട് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ബ്ലാക്ക് ഹോൾ ഇവാപൊറേഷൻ. പക്ഷേ ഈ പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം വളരെ വലുതാണ്. നമ്മുടെ സൂര്യൻ്റെ അത്രയും പിണ്ഡമുള്ള ഒരു ബ്ലാക്ക് ഹോൾ പൂർണ്ണമായും ഇല്ലാതാകുവാനായി ഏകദേശം 10⁻64 വർഷങ്ങൾ വേണ്ടിവരും. ഇത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലവിലെ പ്രായത്തേക്കാൾ വളരെ കൂടുതലുമാണ്. ബിഗ് ബാങ് നടന്നതിന് ശേഷം രൂപം കൊണ്ടുവന്നിട്ടുള്ള പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകൾ ഒരുപക്ഷെ നശിച്ചിട്ടുണ്ടാകാമെങ്കിലും, എന്നാൽ പക്ഷേ വലിയ തമോ ഗർത്തങ്ങൾ ഇല്ലാതാകുവാനായി ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കും. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഹോക്കിങ്സ് റേഡിയേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഹോക്കിങ്സ് റേഡിയേഷന് നമ്മുടെ കയ്യിൽ നിലവിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ, നിലവിൽ പക്ഷേ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നത് ഒരു സിദ്ധാന്തം മാത്രമാണ്. നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ലബോറട്ടറികളിൽ നമ്മൾ നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള തെളിവുകൾ നമുക്കിനിയും ലഭിക്കേണ്ടതായുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാലം വരെ ശാസ്ത്രകഥകളിൽ നമ്മൾ കേട്ടിരുന്ന ഒന്നു മാത്രമായിരുന്നു തമോ ഗർത്തങ്ങൾ. ബ്ലാക്ക് ഹോളുകളുടെ അസ്തിത്വം സ്ഥിരീകരിച്ചത് ഗുരുത്വാകർഷണ തരംഗങ്ങളെ പഠിക്കുവാനായി രൂപകൽപ്പന ചെയ്ത ലിഗോ ഒബ്സർവേറ്ററിയിലൂടെയാണ്. 2 ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങൾ ലിഗോ കണ്ടെത്തിയതോടു കൂടിയായിരുന്നു ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ നേരിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നതും. പിന്നീട് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി പോലുള്ള ദൂരദർശിനികൾ
ബ്ലാക്ക് ഹോളുകൾ പുറത്തുവിടുന്ന എക്സ്റേ കിരണങ്ങളെ കണ്ടെത്തുകയുണ്ടായി. ഒരു വസ്തു ബ്ലാക്ക് ഹോളിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണത്താൽ വലിച്ചെടുക്കപ്പെടുമ്പോൾ അത് ചുറ്റുമുള്ള അക്രിയേഷൻ ഡിസ്കിൽ അതിവേഗം കറങ്ങുകയും ഫ്രിക്ഷൻ കാരണം ലക്ഷക്കണക്കിന് ഡിഗ്രി വരെ ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഈ ചൂട് പിടിച്ച പദാർത്ഥങ്ങൾ ഹൈ എനർജി റേഡിയേഷനുകളായ എക്സ്റേ കിരണങ്ങളെ പുറത്തു വിടുകയും ചെയ്യും. ഒരു നക്ഷത്രത്തിന് പുറത്തുവിടുവാൻ സാധിക്കാത്ത അത്രയും ശക്തമായ എക്സ്റേ കിരണങ്ങൾ ഒരു ചെറിയ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ അത് ഒരു തമോ ഗർത്തമായിരിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുണ്ടായിരിക്കുക. തമോ ഗർത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ശക്തമായ തെളിവ് ലഭിച്ചത് 2019 2019 ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് M87 എന്ന അതിഭീമൻ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തുകയുണ്ടായി. ഏകദേശം 55 ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം വെറും ഒരു ദിവസം കൊണ്ട് ശാസ്ത്രലോകം സ്ഥിരീകരിച്ച ഒന്നായിരുന്നില്ല. നൂറുകണക്കിന് ശാസ്ത്രജ്ഞർ 2 വർഷത്തോളം നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഇതൊരു ബ്ലാക്ക് ഹോൾ ആണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നത് ഇന്നൊരു സിദ്ധാന്തമായി നിലനിൽക്കുന്നതാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയുവാനായി ചിലപ്പോൾ കാലങ്ങൾ ഇനിയും നമ്മൾ മുൻപോട്ട് പോകേണ്ടതായി തന്നെയുണ്ട്. ശാസ്ത്രലോകം വളരെയധികം പ്രാധാന്യം നൽകി പഠന വിഷയമാക്കുന്ന ഒന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ എത്ര പ്രാധാന്യമുള്ളതെന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പരിണാമവും മുതൽ ഡാർക്ക് മാറ്റർ പോലുള്ള കോസ്മിക് മിസ്റ്ററികളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മിലേക്ക് എത്തിച്ചേരുവാനായി തമോഗർത്തങ്ങളെക്കുറിച്ചും അത് പുറത്തുവിടുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ കൂടിയേ മതിയാകുകയുള്ളൂ. 1915 കാലഘട്ടം ആൽബർട്ട് ഐൻസ്റ്റൈൻ തൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എമർജ് ചെയ്തു വരുന്ന കാലഘട്ടം. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പബ്ലിഷ് ചെയ്ത ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആദ്യത്തെ യഥാർത്ഥ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് 1916 കാൾ ഷ്വാർസ്ചൈൽഡാണ്. അങ്ങനെ ഇതിനെ തുടർന്ന് ഗുരുത്വാകർഷണം എന്നത് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ് അല്ല എന്നും മറിച്ച് മാസും എനർജിയും സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു കർവേച്ചറുമാണെന്നുള്ള കണ്ടെത്തലുകൾ നടക്കുന്നു. അങ്ങനെ ഐൻസ്റ്റൈൻ്റെ ഈ വർക്കുകളെ പിന്തുടർന്നു പോയ ഷ്വാർസ്ചൈൽഡാണ് ആദ്യമായി മാത്തമാറ്റിക്കൽ പ്രെഡിക്ഷനുകൾ ഉപയോഗിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രകാശത്തെപ്പോലും പുറത്തുവിടുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന ഭാഗങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി കാണാമെന്നുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഷ്വാർസ്ചൈൽഡ് ബ്ലാക്ക് ഹോളുകൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് 1960കളിൽ അമേരിക്കൻ ഫിസിസ്റ്റായിരുന്ന ജോൺ വീലർ നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ബ്ലാക്ക് ഹോളുകൾ ഒരു യഥാർത്ഥ വസ്തുവായി ശാസ്ത്രലോകം അംഗീകരിച്ച് നൽകുന്നതും. പക്ഷേ ഈ പഠനങ്ങളുടെ എല്ലാം പ്രത്യേകത ഇവയ്ക്ക് ഒരു ഉത്തരം മാത്രമായിരുന്നില്ല ലഭിച്ചിരുന്നത്. രണ്ടാമതായി മറ്റൊരു വിപരീത ഉത്തരം കൂടി ഉണ്ടായിരുന്നു. സാധാരണ നമ്മോട് ആരെങ്കിലും 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഉത്തരം 5 എന്നായിരിക്കും. പക്ഷേ എന്നാൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 മാത്രമായിരിക്കുമോ? -5ഉം 25ൻ്റെ സ്ക്വയർ റൂട്ട് തന്നെയാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഹോളുകൾ മാത്രമായിരുന്നില്ല നമുക്ക് ലഭിച്ചത്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് ഹോളും കൂടിയായിരുന്നു. എന്താണോ ഒരു ബ്ലാക്ക് ഹോൾ, അതിന് നേരെ വിപരീത സ്വഭാവം കാണിക്കുന്ന ഒന്നായിരുന്നു ഒരു വൈറ്റ് ഹോൾ. ബ്ലാക്ക് ഹോളുകൾ എല്ലാത്തിനെയും ആകർഷിക്കുകയാണെങ്കിൽ വൈറ്റ് ഹോളുകൾ എല്ലാത്തിനെയും പുറത്തുവിടുകയായിരുന്നു. ബ്ലാക്ക് ഹോളുകളുടെ ഇവന്റ് ഹൊറൈസൺ താണ്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തിന് പോലും പുറത്തു വരുവാൻ സാധിക്കുകയില്ല എങ്കിൽ വൈറ്റ് ഹോളുകളുടെ ഉള്ളിലേക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ പോലും നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നതായിരുന്നു. ബ്ലാക്ക് ഹോളുകളുടെ മധ്യത്തിൽ ഇരുട്ടാണെങ്കിൽ വൈറ്റ് ഹോളുകളുടെ മധ്യത്തിൽ അത് പ്രകാശത്തെ പുറത്തുവിട്ടുകൊണ്ടിരിക്കും.
അങ്ങനെ പൂർണ്ണമായും സ്വഭാവത്തിൽ ബ്ലാക്ക് ഹോളുകൾക്ക് നേരെ വിപരീതമായിരിക്കും ഒരു വൈറ്റ് ഹോൾ. 1935 ആൽബർട്ട് ഐൻസ്റ്റൈനും നഥാൻ റോസനും ചേർന്നുള്ള കൂടുതൽ പഠനങ്ങൾ ഒരു പ്രത്യേകതരം വോം ഹോളുകളുടെ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് ഹോളിനെയും അതിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒരു വൈറ്റ് ഹോളിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു അത്. അങ്ങനെ 1935 ഒരു നോൺ ട്രാവേഴ്സിബിൾ ആയിട്ടുള്ള വോം ഹോളുകൾ ഇവർ പ്രൊപ്പോസ് ചെയ്യുകയുമുണ്ടായി. ഈ വോം ഹോളുകൾ അറിയപ്പെടുന്ന പേരാണ് റോസ് ഐൻസ്റ്റൈൻ ബ്രിഡ്ജ് എന്ന പേരിലും. പ്രപഞ്ചത്തിൻ്റെ രണ്ട് വ്യത്യസ്ത യൂണിവേഴ്സുകളെ അല്ലെങ്കിൽ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന എക്സോട്ടിക് മാറ്ററിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വോം ഹോളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഒരു നോൺ ട്രാവേഴ്സിബിൾ ആയിട്ടുള്ള വോം ഹോളുകൾ. ഇവയിലൂടെ ഒരു എക്സോട്ടിക് മാറ്ററിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യങ്ങളിൽ ഒന്നുമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഹബിളും ജെയിംസ് വെബും ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പുമൊക്കെ ബ്ലാക്ക് ഹോളുകളുടെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് എങ്കിലും വൈറ്റ് ഹോളുകളെ കണ്ടെത്തുവാനായി ഇതുവരെ നമുക്കൊട്ട് സാധിച്ചിട്ടുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും നിലവിലെ നമ്മുടെ സ്പേസ് മോഡലുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കാത്തതിലും അപ്പുറമുള്ള കോസ്മിക് മിസ്റ്ററി എനർജി ബേസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുമുണ്ട്. ചില ഉത്തരം നൽകുവാൻ സാധിക്കാത്ത ഇൻറ്റൻസ് ഗാമ റേ ബേസ്റ്റുകളും തീർത്തും അൺയൂഷ്വൽ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവുകളും എല്ലാം തന്നെ ഇതിനുള്ള സൂചനകൾ നൽകുന്നു. മാത്രവുമല്ല, നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ വൈറ്റ് ഹോൾ കാണപ്പെടുക ഒരു പക്ഷേ മറ്റൊരു യൂണിവേഴ്സിൽ ആകാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. അങ്ങനെയെങ്കിൽ അവയെ ഒബ്സർവ് ചെയ്യുക എന്നത് തീർത്തും സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. ആകാശത്ത് നമ്മൾ കാണുന്ന ഓരോ നക്ഷത്രവും എന്നേക്കുമായി നിലനിൽക്കുന്നവയാണോ? ഒരിക്കലുമല്ല. ഒരു നക്ഷത്രത്തിൻ്റെ ജനനം പോലെ തന്നെ അതിശയിപ്പിക്കുന്നതാണ് അതിൻ്റെ മരണവും. എന്നാൽ പക്ഷേ എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെ അല്ല താനും അവസാനിക്കുക. നമ്മുടെ സൂര്യനെ പോലുള്ള ചെറിയ നക്ഷത്രങ്ങൾ വളരെ ശാന്തമായി വിടവാങ്ങുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീമൻ നക്ഷത്രങ്ങൾ ഒരു മഹാവിസ്ഫോടനത്തിലൂടെ തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകളായി മാറുന്നു. ഒരു നക്ഷത്രം അതിൻ്റെ ആയുസ്സിലുടനീളം രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിലാണ്. ഒന്നാമതായി നക്ഷത്രത്തിൻ്റെ ഭീമമായ പിണ്ഡം കാരണം ഉള്ളിലേക്ക് വലിഞ്ഞു മുറുകുന്ന ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റി. ഇതിനെ പ്രതിരോധിക്കുവാൻ നക്ഷത്രത്തിന് ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന എനർജി. ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പ്രവഹിക്കുന്ന ഊർജമൊരു ഔട്ട്വേർഡ് പ്രഷർ പോലെ നിലനിൽക്കുന്നു. ഈ രണ്ട് ശക്തികളും തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഒരു നക്ഷത്രം നക്ഷത്രമായി നിലനിന്ന് പോരുന്നതും. എന്നാൽ പക്ഷേ നക്ഷത്രത്തിലെ ഇന്ധനം തീരുമ്പോൾ കഥ ആകെ മാറുന്നു. വലിയ നക്ഷത്രങ്ങളിൽ ഹീലിയത്തിന് ശേഷം കാർബണും നിയോണും ഓക്സിജനും സിലിക്കൺ എന്നിങ്ങനെ ഫ്യൂഷൻ മുമ്പോട്ട് പോയി അവസാനമായി അയൻ രൂപം കൊള്ളുന്നു. ഇരുമ്പിനെ ഫ്യൂഷൻ വഴി മറ്റൊരു മൂലകമാക്കുവാൻ നക്ഷത്രത്തിന് സാധിക്കാതെ വരുന്നു. കാരണം അതിന് അനേകം മടങ്ങ് ഊർജം ആവശ്യമാണ്. അതോടെ പുറത്തേക്കുള്ള സമ്മർദ്ദവും നിലയ്ക്കുന്നു. ഒരു സെക്കൻഡിൻ്റെ ചെറിയ ഭാഗം കൊണ്ട് ഗുരുത്വാകർഷണം വിജയിക്കുകയും നക്ഷത്രം തകരുകയും ചെയ്യുന്നു. എല്ലാ നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളായി മാറുന്നില്ല. സൂര്യൻ്റെ 1.4 മടങ്ങ് മുതൽ ഏകദേശം 3 മടങ്ങ് വരെ മാത്രം കാമ്പിന് ഭാരമുള്ള നക്ഷത്രങ്ങൾ തകർന്ന് അതൊരു ന്യൂട്രോൺ നക്ഷത്രമായി മാറുന്നു. ഇവിടെ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ പരാജയപ്പെടുകയും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ചേർന്ന് ന്യൂട്രോണുകളായി മാറുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഇതിനെ താങ്ങി നിർത്തുക ന്യൂട്രോൺ ഡീജനറസി പ്രഷറാണ്. എന്നാൽ ഈ പരിധിക്ക് ഒരു ശാസ്ത്രീയ നാമമുണ്ട്. TOV അഥവാ ടോൾമാൻ
ഓപ്പൺഹൈമർ വോൾക്കോഫ് ലിമിറ്റ്. എന്താണ് ഈ TOV ലിമിറ്റ്? ലളിതമായി പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന് താങ്ങുവാൻ കഴിയുന്ന പരമാവധി ഭാരമാണിത്. ഏകദേശം 2.1 മുതൽ 3 മടങ്ങ് വരെ സൗരപിണ്ഡം, അല്ലെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ മാസെന്ന് പറയാം. നക്ഷത്രത്തിൻ്റെ കാമ്പ് ഈ പരിധിക്ക് മുകളിലാണെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും ഗുരുത്വാകർഷണ ബലത്തെ തടഞ്ഞ് നിർത്തുവാനായി സാധിക്കില്ല. ഇവിടെ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ പരാജയപ്പെടുകയും കാമ്പ് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ചെറിയ ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. നക്ഷത്രത്തിൻ്റെ പുറം ഭാഗം ഒരു ഭീമൻ സ്ഫോടനത്തിലൂടെ തെറിച്ച് പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 2 സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ബാക്കിയാകുന്ന കാമ്പ് അനന്തമായ സാന്ദ്രതയുള്ള ഒരു പോയിന്റായി മാറുന്നു. അതാണ് സിംഗുലാരിറ്റി. ഇങ്ങനെ ഈ സിംഗുലാരിറ്റിനെ കേന്ദ്രമാക്കി രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളാണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ. ഇതിനെ അതിർത്തിയായി ഇവന്റ് ഹൊറൈസണും. ഈ അതിർത്തി താണ്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തിന് പോലും പുറത്ത് കടക്കുവാനായും സാധിക്കില്ല. നമ്മുടെ നക്ഷത്രമായ സൂര്യനൊരിക്കലും ഒരു ബ്ലാക്ക് ഹോൾ ആകില്ല. അതിന് കാരണം അതിന് ആവശ്യമായ പിണ്ഡം നമ്മുടെ സൂര്യനില്ല. സൂര്യൻ അതിൻ്റെ അവസാന കാലത്ത് ഒരു വൈറ്റ് ഡാർഫായി മാറുകയേ ഉള്ളൂ. എന്നാൽ പ്രപഞ്ചത്തിലെ ഭീമൻ നക്ഷത്രങ്ങൾ തകരുമ്പോൾ അവ കാലദേശങ്ങളെ വക്രീകരിക്കുന്ന തമോ ഗർത്തങ്ങളായി അവസാനിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരവും എന്നാൽ ഏറ്റവും ആകർഷകവുമായ വസ്തുക്കളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോളുകൾ. അതിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും പ്രകാശത്തിനു പോലും രക്ഷപ്പെടുവാനായി സാധിക്കുകയില്ല. ഈ ഭീകരമായ തമോഗർത്തത്തിലേക്ക് നിങ്ങൾ ആകസ്മികമായി പതിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഒരു നിമിഷം കൊണ്ട് നിങ്ങളൊരു നീണ്ട നൂല് പോലെ വലിച്ച് നീട്ടപ്പെട്ടേക്കാം. ഈ വിചിത്രമായ പ്രതിഭാസത്തെയാണ് ശാസ്ത്രലോകം സ്പക്കാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സ്പക്കാറ്റിഫിക്കേഷൻ എന്നത് ഗുരുത്വാകർഷണ ബലത്തിലെ വ്യത്യാസം കാരണമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിനെ ശാസ്ത്രീയമായി ടൈഡൽ ഫോഴ്സ് എന്നും വിളിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ ചന്ദ്രനുണ്ടാക്കുന്ന വേലിയേറ്റത്തിന് സമാനമാണിത്. എന്നാൽ തമോഗർത്തത്തിന് അടുത്തുവെച്ച് ഈ ശക്തി കോടിക്കണക്കിനിരട്ടി ശക്തമാകുന്നു. നിങ്ങൾ ഒരു തമോഗർത്തത്തിലേക്ക് പതിക്കുമ്പോൾ തമോഗർത്തത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ കാൽപാദങ്ങളിൽ അതിശക്തമായ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുകയും തമോഗർത്തത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന നിങ്ങളുടെ തലഭാഗത്ത് ഗുരുത്വാകർഷണ ബലം അതിനേക്കാൾ കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ വലിയ ഫോഴ്സ് ഗ്രേഡിയന്റ് കാരണം നിങ്ങളുടെ ശരീരം വെർട്ടിക്കലി വലിച്ചു നീട്ടപ്പെടുകയും അതേസമയം കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈയൊരു വലിച്ചു നീട്ടലാണ് സ്പക്കാറ്റിഫിക്കേഷൻ. സ്പക്കാറ്റിഫിക്കേഷൻ എന്നത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നത് നിങ്ങൾ ഏതുതരം തമോഗർത്തത്തിലേക്കാണ് പതിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വലിയ നക്ഷത്രം തകരുമ്പോൾ ഉണ്ടാകുന്ന താരതമ്യേന ചെറിയ ബ്ലാക്ക് ഹോളുകളാണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ. ഇവയിൽ ഇവന്റ് ഹൊറൈസൺ താണ്ടിക്കഴിയുമ്പോൾ തന്നെ സ്പക്കാറ്റിഫിക്കേഷൻ ആരംഭിക്കുന്നു. അതായത് അപ്പോൾ തന്നെ നിങ്ങൾ ഇല്ലാതായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ കൂപ്പറും ടാസ് റോബോട്ടും ഗർഗോഞ്ചോ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പതിക്കുന്ന രംഗങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ കണ്ടിരുന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു യഥാർത്ഥ ബ്ലാക്ക് ഹോളിലേക്കായിരുന്നു അവർ പതിച്ചിരുന്നതെങ്കിൽ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായി മാറുകയില്ല. സ്പക്കാറ്റിഫിക്കേഷൻ സംഭവിക്കുകയും തുടക്കത്തിൽ തന്നെ അവർ ഇല്ലാതായി പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്പക്കാറ്റിഫിക്കേഷനെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.